തേക്കടി നമുക്ക് ഇന്നൊരു ടൂറായിട്ട് പോവുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് തേക്കടിയുടെ ഒരു ക്ലൈമറ്റ്, അതും ഈ ചൂടിന് ശേഷം വരുന്ന മെയ് മാസ അവസാനങ്ങളിൽ തേക്കടി നല്ല കുളിർമ തരുന്ന ഒരു ഏരിയയാണ്. നമ്മൾ പോകുമ്പോൾ ആദ്യം വെള്ളച്ചാട്ടം മുണ്ടക്കയം കഴിഞ്ഞ് വരുന്ന ഏരിയയാണ്. വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെള്ളം ഒഴുകുന്ന, ഇപ്പം മഴയായതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. ഇത് മോർണിംഗ് 7 മണിയുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. കോടക്ക മഞ്ഞ് ഇറങ്ങി വരുന്നതും നല്ല തണുപ്പുമാണ്, നല്ല ഒരു പ്രകൃതി ഭംഗിയാണ്. പിന്നെ വെള്ളമാണെങ്കിലും കൂടുതൽ മഴയുള്ളതുകൊണ്ട് നല്ല ഫോഴ്സിലടങ്ങും മുകളിൽ നിന്ന് അത് ഒഴുകി വരുന്നത്. ഒത്തിരി സഞ്ചാരികൾ അവിടെ കാറ് നിർത്തി ഇതിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഞങ്ങളും അവിടെ നിർത്തി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ഒരു വ്യൂ ക്യാമറയിൽ പകർത്തി. പിന്നെ നമ്മൾ സെൽഫി ആയിട്ട് ഫാമിലി ഫോട്ടോസ്, അങ്ങനെ നമ്മളൊരു 10 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഈ മെയ് മാസം ജൂൺ ആദ്യമാകുമ്പോഴേക്കും ഇതിന് ഫോഴ്സ്, വെള്ളത്തിന് ശക്തി വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സെൽഫി എടുക്കാൻ ഓൾമോസ്റ്റ് ടൂറിസ്റ്റുകൾ എല്ലാവരും അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്പോട്ടാണ്. മുണ്ടക്കയം കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്പോട്ടാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആൾ കുറവായിരുന്നു, എങ്കിലും ഉണ്ട്, സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. അപ്പം നമ്മൾ സെൽഫി എടുക്കാനും പിന്നെ ഈ വാട്ടർഫോള് നല്ലൊരു ബ്യൂട്ടി ആയിട്ട് നമുക്ക് കണ്ടു. അപ്പം നമ്മളവിടെ നിർത്തി ഇതിൻ്റെ വ്യൂ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്തു നിന്നാണ് നമ്മൾ പോകുന്നത് തേക്കടിയിലേക്ക്. അപ്പോൾ നമ്മൾ കൂടുതലും നല്ല നല്ല വ്യൂ പോയിൻറ്റ്സുകളിലെല്ലാം നമ്മൾ വണ്ടി നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നുണ്ട്. ഇതൊരു ഡാം സൈറ്റാണ്. അവിടെ നമ്മൾ ആദ്യം പോയപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ആൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ബോട്ട് ഓൾറെഡി പോയി. രണ്ടാമത്തെ ബോട്ടിന് വേണ്ടി ഞങ്ങളുടെ ടിക്കറ്റാണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് ഓരോ ഫോട്ടോസ് അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളാണ് കുറച്ച് ആദ്യം എത്തിയത്. പിന്നീട് അവസാനം ഒരു 10:30, 11 ആകുമ്പോഴേക്കും ബാക്കിയുള്ള ബോട്ട് യാത്രക്കാരെല്ലാം വരികയും ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് അവിടെ ആൾ കുറവായിരുന്നതുകൊണ്ട് നമ്മൾ അവിടുത്തെ ബോട്ടിൻ്റെ അവിടെയുള്ള കുറേ ഫോട്ടോസും. പിന്നെ തേക്കടിയിൽ നമ്മൾ ടിക്കറ്റാണ്, ഈ കാണുന്നത് ടിക്കറ്റാണ്. നമ്മൾ ടിക്കറ്റ് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാം, ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പിന്നെ ഈ നമ്മളവിടെ ഒരു ഓഫീസിൻ്റെ അകത്ത് അവിടെ സേവ് അവർ വൈൽഡ് ലൈഫിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ സഞ്ചാരികൾ, ടൂറിസ്റ്റുകളായിട്ടുള്ളവർക്ക് ഒരു ഇൻഫോർമേഷൻ എന്ന രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. അതുകൂടാതെ അവിടെയുള്ള വൈൽഡ് ആനിമൽസ് എല്ലാം അവർ ഒരു ഫോട്ടോ ഫ്രെയിംസിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് പെരിയാറിൻ്റെ ടൈഗർ റിസർവിൻ്റെ അവരുടെ ഒരു മോഡല് ആ ഓഫീസ് റിന്യൂവേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം കുറച്ച് വീഡിയോകൾ, അതിൻ്റെ അകത്ത് ഇന്നർ വ്യൂ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പബ്ലിക് വരുന്നുണ്ട്, ഒത്തിരി പേര് രാവിലെ വരുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ 11:45 ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ 11:45 ആദ്യം 9:30 ബോട്ടുണ്ട്. ആ ബോട്ട് പോയി വന്നതിന് ശേഷം പിന്നെ വരുന്നത് 11:45 അപ്പോൾ നമുക്ക് ടിക്കറ്റ് സെക്കൻഡ് ട്രിപ്പിൻ്റെ മോർണിംഗ് ആണ് നമുക്ക് കിട്ടിയത് 11:45. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മളവിടെ ഒരു സ്ഥലമെല്ലാം ഒന്ന് കാണാനായിട്ട് അവിടുത്തെ ഫോട്ടോഷൂട്ട് പോലെ നമ്മൾ കുറേ സ്റ്റിൽസ് എല്ലാം എടുത്തിരുന്നു. അവിടെ കുരങ്ങന്മാരുടെ ശല്യം ഒത്തിരി കൂടുതലുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ 10:30 അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒത്തിരി ആൾക്കാർ തേക്കടി ബോട്ടിങ്ങിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എൻട്രി ഫീസ്, പിന്നെ ബസ്സിൻ്റെ ഫീസും പ്ലസ് ബോട്ടിൻ്റെ ഫീസും എല്ലാം കൂടി ഉണ്ട്, ചാർജ് ആകുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രകൃതി, നല്ല മഴ കഴിഞ്ഞ് നല്ല കൂളായിരുന്നു വെതർ. അപ്പം കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ സ്റ്റിൽ ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പോഴത്തേക്കും ആൾ കൂടി, നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ഇല്ലായിരുന്നു, കാരണം മോർണിംഗിൽ 9:30 പോയ ബോട്ടിൽ എല്ലാവരും പോയായിരുന്നു. പിന്നെ 10:11 അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ വന്ന് കൂടി. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ട്രിപ്പ് പോയ ബോട്ട് തിരിച്ചു വന്നു.
നമുക്ക് ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് തന്നു. എല്ലാവരും അവരുടെ സീറ്റിൽ ഈ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് കമ്പൽസറി ആണ്. അപ്പോൾ നമ്മൾ ദൂരോട്ടുള്ള യാത്രയിൽ ഈ ബോട്ടിലിരിക്കുമ്പോൾ സേഫ്റ്റിക്കായിട്ട് എല്ലാവരും ഇത് ധരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ബെൽറ്റ് സീറ്റ് ചെയ്ത് ഈ ലൈഫ് ജാക്കറ്റ് ധരിച്ച് നമ്മൾ സൈറ്റ് സീയിങ്ങിന്, അതായത് രാവിലെ ഏതെങ്കിലും മൃഗങ്ങൾ അവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ എല്ലാവരും പറഞ്ഞ് മഴയുള്ള സമയത്ത് ആനിമൽസ് ഒന്നും വരാറില്ല. കൂടുതലും അവർ ഉള്ളിലായിരിക്കും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഈ മാനു അങ്ങനെയുള്ള കുറച്ച് മ്ലാവ് ഇതുപോലെയുള്ള മൃഗങ്ങളെ കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 1 ഹവറാണ് ഈ ജേർണി. 1 ഹവർ അവർ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയി. അങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് നമുക്ക് അവിടെ KTDCയുടെ ഒരു കോഫി ഷോപ്പുണ്ട്. അതുകൂടാതെ നമ്മൾ ടൗണിലോട്ട് പോവുകയാണെങ്കിൽ, തേക്കടി ടൗണിൽ പോവുകയാണെങ്കിൽ നല്ല ഹോട്ടലുണ്ട്. അവിടെ നല്ല ചോറ്, അതായത് സദ്യ കിട്ടും. അത് നല്ല എല്ലാ വെറൈറ്റിയും ഉണ്ട്. അതായത് നോർത്ത് ഇന്ത്യനുണ്ട്, ചൈനീസുണ്ട്, പിന്നെ നാടൻ ഭക്ഷണമുണ്ട്. അതെല്ലാം കൂടിയും നമുക്ക് നല്ല ന്യായമായ ഒരു റേറ്റിൽ കിട്ടിയത് നല്ല ടേസ്റ്റായിരുന്നു. ഒരു കോൺഫിഡൻ്റായിട്ട് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമുക്ക് അവിടെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ വന്ന് വിസിറ്റ് ചെയ്ത VIP-കളായിട്ടുള്ളവരുടെ ഫോട്ടോകളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ആംബിയൻസാണ്, നല്ല ഒരു ഗ്രാമീണ, അതായത് ഒരു ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടുത്തെ ഹോട്ടൽ മുതലാളിയുടെ ഒരു സെൽഫി എടുത്ത് നമ്മൾ പിന്നെ അതിനടുത്ത് തന്നെ ഒരു ആന സവാരിയുള്ളൊരു ഏരിയ ഉണ്ട്. ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നമുക്ക് അവിടെ പോയാൽ ആനപ്പുറത്ത് കയറാം.
ഒരാൾക്ക് 500 രൂപയാണ്. അപ്പോൾ അത് അവർ ആനയുടെ മുമ്പിൽ സെൽഫി എടുക്കാം, ആന സവാരിയുണ്ട്. അത് ആനയുടെ ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് റിട്ടേൺ പോരുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.